أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرة والله يقبض ويبسط وإليه ترجعون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ കേട്ട ആയത്തിൻ്റെ അർത്ഥം, അള്ളാഹുവിന് നല്ല കടം നൽകുന്നവനാരുണ്ട്? അങ്ങനെ നൽകുന്നതായാൽ അവന് അതിനെ ധനത്തെ അനേകമിരട്ടിയായി വർദ്ധിപ്പിച്ചു കൊടുക്കും. അള്ളാഹു ധനം വാങ്ങുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. അവനിലേക്കു തന്നെയാണ് നിങ്ങളുടെ മടക്കം. സൂറത്തുൽ ബഖറയിലെ 246 ആയത്തും അതിൻ്റെ അർത്ഥവുമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. പ്രസ്തുത ആയത്തിൻ്റെ വിശദീകരണം ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിക്കുവാൻ പോവുകയാണ്. ഹുസൂർ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ആദ്യം വാക്കാർത്ഥങ്ങളെ വിശദീകരിച്ചതിന് ശേഷം തുടർന്ന് ഈ ആയത്തിൻ്റെ പൂർണ്ണ വിശദീകരണത്തിനെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി. ഇവിടെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളിൽ ആരാണ് തൻ്റെ സമ്പത്തിൽ നിന്ന് നല്ല ഒരു വിഹിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറായിട്ടുള്ളത്? അത് നൽകിയ വ്യക്തിയുടെ നന്മക്കായി അള്ളാഹു അതിനെ വർദ്ധിപ്പിക്കുകയും അതിൽ അഭിവൃദ്ധി നൽകുകയും ചെയ്യുന്നതാണ്. ഈ ആയത്തിൽ വളരെ മനോഹരമായ ശൈലിയിൽ സത്യവിശ്വാസികളോട് ദൈവമാർഗത്തിൽ സാമ്പത്തിക ത്യാഗം, അതായത് ധനം ചെലവഴിക്കാൻ ഉപദേശിച്ചിരിക്കുകയാണ്. കൂടാതെ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നത്, ഇവിടെ ഒന്നാമതായി ഞങ്ങൾ നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഴുവനും സമ്പത്തല്ല ചോദിക്കുന്നത്, അതായത് അള്ളാഹു മുഴുവൻ സമ്പത്തുമല്ല ചോദിക്കുന്നത്, മറിച്ച് അതിലൊരു പങ്കു മാത്രമാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമതായി ഈ ചോദിക്കുന്നത് തന്നെ ഒരു രൂപ നൽകിയാൽ അതിന് 10 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് തിരികെ നൽകാൻ വേണ്ടിയാണ് എന്നും കൂടി അള്ളാഹു പറയുന്നു. കൂടാതെ അള്ളാഹുവിൻ്റെ സ്നേഹവും പ്രീതിയും നേടിയെടുക്കാൻ ഇതിനേക്കാൾ ലളിതവും എളുപ്പവുമായ മാർഗം മറ്റേതാണ്? ഒരു മനുഷ്യന് ദൈവമാർഗത്തിൽ തൻ്റെ ധനം ചെലവഴിക്കുമ്പോൾ പ്രത്യേകമായി 3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇക്കാര്യം എപ്പോഴും ഓർത്തു വെക്കേണ്ടതുമാണ്. ഒന്നാമത്തെ കാര്യം, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ യാതൊരുവിധ മടിയോ പ്രയാസമോ ഉണ്ടാകരുത്. മറിച്ച് പൂർണ്ണമായി സന്തോഷത്തോടെയും തൃപ്തിയോടുകൂടി വേണം അവൻ ഈ ദാനധർമ്മം നൽകേണ്ടത്. രണ്ടാമതായി, ആർക്കാണോ ഒരു വസ്തു നൽകുന്നത് അല്ലെങ്കിൽ ഈ ത്യാഗം ചെയ്യുന്നത് ആർക്കു വേണ്ടിയാണോ അയാളോട് ഉപകാരം എടുത്തു പറയുന്ന, അതായത് എഹ്സാൻ ജിത്താന, ഉപകാരം എടുത്തു പറയുന്ന പ്രവണത, അതിൻ്റെ പേരിൽ അയാളോട് മേൽ അനാവശ്യമായ ഒരു ഭാരം അടിച്ചേൽപ്പിക്കുകയും ചെയ്യരുത്. മറിച്ച് ഈ പുണ്യം ചെയ്യാൻ എനിക്ക് തൗഫീഖ് നൽകിയത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് മാത്രമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സൗഭാഗ്യം ലഭിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. 3, നൽകുന്ന വസ്തു തൻ്റെ സമ്പത്തിൽ ഏറ്റവും നല്ല ഒരു മികച്ച ഭാഗമായിരിക്കേണ്ടതാണ്. ഏറ്റവും നല്ല വസ്തു ആയിരിക്കണം നൽകേണ്ടത്. ഈ 3 കാര്യങ്ങളും ഖുർആനിക സൂക്തങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കപടവിശ്വാസികളെക്കുറിച്ച് അള്ളാഹു പറയുന്നു, വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ, അവർ വെറുപ്പോടും അനിഷ്ടത്തോടും കൂടിയല്ലാതെ ചെലവഴിക്കുകയില്ല. സൂറത്തു തൗബ 54.
അതുപോലെ അള്ളാഹു അരുൾ ചെയ്യുന്നു, അല്ലദീന യുൻഫിഖൂന അംവാലുഹും ഫീ സബീലില്ലാഹി സുമ്മ ലാ യുത്ബിഊന മാ അൻഫിഖൂ മന്നൻ വലാ അസൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും പിന്നീട് ചെലവഴിച്ചതിനെക്കുറിച്ച് ഉപകാരം എടുത്തു പറയുകയോ ദ്രോഹിക്കുകയോ ചെയ്യാത്തവരാണ് വിശ്വാസികൾ. സൂറത്തുൽ ബഖറ 262. അതുപോലെ തന്നെ അള്ളാഹു മറ്റൊരിടത്ത് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങളിൽ ഇഷ്ടപ്പെടുന്നവയിൽ നിന്ന് ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് യഥാർത്ഥ പുണ്യം കൈവരിക്കാൻ സാധ്യമല്ല. സൂറത്തുൽ ആലിമ്രാൻ 92 ആയത്ത്. അതുകൊണ്ട് ഇവിടെ മൻസല്ലദി യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം, നിങ്ങളിൽ ആരെങ്കിലുമുണ്ടോ തൻ്റെ ധനത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരു വിഹിതം പങ്ക് മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നൽകാൻ തയ്യാറായിട്ടുള്ളവർ? അത് നൽകുമ്പോൾ അവൻ്റെ മനസ്സിൽ യാതൊരു മടിയും ഉണ്ടാകരുത്. അതിനുശേഷം അവന് മറ്റുള്ളവരോട് ഉപകാരം എടുത്തു പറയുകയും അവരെ ബുദ്ധിമുട്ടുകയും ചെയ്യുകയും ചെയ്യരുത്. തീർച്ചയായും ഓർക്കുക, ഇപ്രകാരം ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ പ്രവർത്തിക്ക്, അതായത് മുകളിൽ പറഞ്ഞതുപോലെ അവർ യാതൊരു മടിയും കൂടാതെ ദാനധർമ്മങ്ങൾ, സാമ്പത്തിക അത്യാഗം ചെയ്യുകയും ആ ചെയ്യപ്പെട്ട ദാനധർമ്മത്തിൻ്റെ ഉപകാരം എടുത്തു പറയാതിരിക്കുകയും ബുദ്ധിമുട്ടിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഓർക്കുക, ഇപ്രകാരം ചെയ്യുന്നവർക്ക് അള്ളാഹു ഈ പുണ്യപ്രവൃത്തിക്ക് ഏറ്റവും മികച്ച പ്രതിഫലം നൽകും. അവരുടെ ഓരോ പ്രവൃത്തിയും അവർക്ക് ആയിരക്കണക്കിന് മടങ്ങ് അതിന് ഇരട്ടി പ്രതിഫലം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നതാണ്. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ബാക്കി ഭാഗം വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹ്.